നമസ്കാരം. പുതിയൊരു ജോബ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മികച്ച അവസരം ലഭ്യമായിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒഴിവുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ അവസരത്തിന്റെ മുഴുവൻ വിവരങ്ങൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ റിക്രൂട്ട്മെന്റ് വിശദവിവരത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഇൻഫർമേഷൻ ജോലി തേടുന്ന സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടും. വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ഇനി ഈ വീഡിയോയുടെ വിശദവിവരത്തിലോട്ട് കടക്കാം. ഇത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC പുറത്തിറക്കുന്ന സെലക്ഷൻ പോസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്. SSC ഓരോ വർഷവും വിവിധ വിദ്യാഭ്യാസ യോഗ്യതകളെ അടിസ്ഥാനമാക്കി നിരവധി പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. 2026 വർഷത്തേക്കുള്ള ഈ നോട്ടിഫിക്കേഷനിൽ ഏകദേശം 380ഓളം വ്യത്യസ്ത പോസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെല്ലാം കൂടി ചേരുമ്പോൾ മൊത്തം ഒഴിവുകൾ 3000-ലധികം വരും. കേരള PSC പോലൊരു നോട്ടിഫിക്കേഷനിൽ പല പോസ്റ്റുകൾ ഉണ്ടാകുന്നത് പോലെ തന്നെയാണിത്. ഓരോ പോസ്റ്റിനും പ്രത്യേകം കോഡ് നൽകപ്പെട്ടിട്ടുണ്ട്. അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പോസ്റ്റിന്റെ കോഡ് കൃത്യമായി നൽകേണ്ടതുണ്ട്. അത് വളരെ പ്രധാനമാണ്. തെറ്റായി കോഡ് നൽകിയ മറ്റൊരു പോസ്റ്റിലേക്കായിരിക്കും അപേക്ഷ പോവുക. ഈ റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാൻ ആദ്യം നിങ്ങൾ SSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം അത് പൂർത്തിയാക്കണം. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ കണ്ടെത്തി അപ്ലൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപേക്ഷ ഫോം പൂരിപ്പിക്കുന്നതിനിടയിൽ പോസ്റ്റ് കോഡ് നൽകേണ്ട ഘട്ടം വരും. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റിന്റെ കോഡ് കൃത്യമായിട്ട് നൽകണം. ഇവിടെ പറയുന്ന പ്രത്യേക അവസരം ഫീൽഡ് അറ്റൻഡന്റ് ആൻഡ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണ്. ഈ പോസ്റ്റിലേക്കാണ് ഇപ്പൊ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റിന് നൽകിയിരിക്കുന്ന കോഡ് വരുന്നത് 14026 ആണ്. ഈ കോഡ് നൽകിയാണ് ഈ പ്രത്യേക പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്. ജോലി ലഭിക്കാവുന്ന സ്ഥലങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായിരിക്കും. കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, മേഘാലയ, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ പോസ്റ്റിംഗ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഓൾ ഇന്ത്യൻ അടിസ്ഥാനത്തിൽ പോസ്റ്റിംഗ് ലഭിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ജോലി തന്നെയാണിത്. വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കുറഞ്ഞത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ സയൻസ് വിഷയങ്ങളിൽ അടിസ്ഥാന അറിവ് ഉണ്ടായിരിക്കണം. സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ ഉൾപ്പെടും. പരീക്ഷയും 10ാം ക്ലാസ് നിലവാരത്തിലായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം SSC സെലക്ഷൻ പോസ്റ്റ് പരീക്ഷയിൽ വിവിധ ലെവലുകൾ ഉണ്ടെന്നതാണ്. 10ാം ക്ലാസ്, +2, ഡിഗ്രി എന്നിങ്ങനെ 3 ലെവലുകളിലായാണ് പരീക്ഷകൾ നടക്കുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള പോസ്റ്റുകൾക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 10ാം ക്ലാസ് ലെവൽ പരീക്ഷ മാത്രം എഴുതിയാൽ മതി. ഒരേ ലെവലിലുള്ള ഒന്നിലധികം പോസ്റ്റുകൾ അപേക്ഷിച്ചാൽ ഒരു പരീക്ഷ എഴുതുന്നതിലൂടെ തന്നെ വിവിധ പോസ്റ്റുകൾക്ക് പരിഗണിക്കപ്പെടാം. ഈ റിക്രൂട്ട്മെന്റ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന് കീഴിലാണ് നടക്കുന്നത്. ശമ്പളമായി ആരംഭത്തിൽ ഏകദേശം 18,000 മുതൽ 56,900 വരെ ലഭിക്കും. കൂടാതെ DA, HR, TA പോലുള്ള വിവിധ ആനുകൂല്യങ്ങളും ലഭിക്കും. ഭാവിയിൽ ശമ്പളം, കമ്മീഷൻ പരിഷ്കാരങ്ങൾ വരുമ്പോൾ ശമ്പളത്തിൽ വർധനവും പ്രതീക്ഷിക്കാം. പ്രായപരിധി നോക്കാം. പ്രായപരിധി വരുന്നത് 18 മുതൽ 25 വയസ്സ് വരെയാണ്. എന്നാൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷം പ്രായളവ് ലഭിക്കും. ഇത് ഗ്രൂപ്പ് C നോൺ ടെക്നിക്കൽ ഭാഗത്തിലുള്ള ഒരു പോസ്റ്റാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ പോസ്റ്റിലേക്ക് മൊത്തം 13 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ വിഭാഗത്തിന് 9 ഒഴിവുകളുണ്ട്. മറ്റു വിഭാഗക്കാർക്കും ഒഴിവുകൾ ഉണ്ടായേക്കാം. എന്നാൽ ചില വിഭാഗങ്ങളിൽ ഒഴിവുകൾ കുറവായിരിക്കാം. എന്നിരുന്നാലും യോഗ്യതയുള്ളവർ അപേക്ഷിക്കുന്നത് നല്ലതാണ്. ഇത് കേന്ദ്ര സർക്കാർ ജോലിക്ക് ഒരു മികച്ച അവസരമാണ്. താല്പര്യമുള്ളവർ വൈകാതെ അപേക്ഷിക്കണം. കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരം പങ്കുവയ്ക്കുകയും ഇനിയും ഇതുപോലുള്ള സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി വെക്കുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് സപ്പോർട്ടും തരാം. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.